Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. ഒരു minute. Good afternoon, Miss. Morning. Good afternoon. Good afternoon. Yes, students. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. പല പ്രാവശ്യമായി നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു കളിക്കുന്നു അല്ലെ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സില് അല്ലെ, കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് we had discussed about verbs അല്ലെ? എന്താണ് വെർബ് എന്നുള്ളത് കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തു അല്ലെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ you should keep your discipline always. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണേ, ഇത് ക്ലാസ്സിലായാലും ശരി, എപ്പോഴും നിങ്ങളുടെ ഡിസിപ്ലിൻ പാലിക്കുക. എല്ലാവർക്കും ക്ലാസ് കേൾക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിലായിരിക്കണം കേട്ടോ. എല്ലാവരും റെഡിയാണ്. അപ്പൊ എവിടെ വരെ അടുത്ത് നിർത്തിയതെന്ന്, എവിടെ വരെ അടുത്ത് നിർത്തിയത്? Did do. Has. ഡിഡ് ഡു അല്ലെ? ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഡു, ഡസ്, ഡുവും ഡസും അല്ലെ? ഡു ഓർ ഡസ്, ഇതിന്റെ മീനിങ് എന്താണ് നമുക്കറിയാം അല്ലെ? എന്താണ്? ചെയ്യുക എന്നതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഡു ഓർ ഡസ്, എന്തെങ്കിലും ഇപ്പൊ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മള് ഡു ഓർ ഡസ് നമ്മള് യൂസ് ചെയ്യുന്നു അല്ലെ? ചെയ്യുക എന്ന അർത്ഥത്തിൽ അല്ലെ? ഡു യുവർ ഹോംവർക്ക് അല്ലെ? നീ നിന്റെ ഹോംവർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡു അല്ലെ? ആ ഡു നമ്മള് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? രവി തന്റെ വർക്ക് കൃത്യമായി ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഓർക്കേണ്ടതെന്നാണ്, സിംഗുലറിന്റെ കൂടെ ഡസും പ്ലൂറലിന്റെ കൂടെ എന്തുമായിരിക്കണം? ഡൂവുമായിരിക്കും നമ്മൾ ചേർക്കേണ്ടത് എന്നുള്ള പ്രധാന കാര്യം നിങ്ങള് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. സിംഗുലർ ആണെങ്കില് ഡസും, പ്ലൂറലാണെങ്കില് നമ്മൾ ഡൂവുമാണ് ഉപയോഗിക്കേണ്ടത്. രവി അവന്റെ വർക്ക് കൃത്യമായി ചെയ്യുന്നു. അല്ലേ? ഇവിടെ എന്ത് പറയും? ഇവിടെ ആരാ സബ്ജക്റ്റ്? ആരാണ് ഇവിടെ സബ്ജക്റ്റ്? ധന്യ, രവി അല്ലേ? ഓക്കെ. രവി, ഞാൻ എന്ത് എഴുതണം? ചെയ്യുക എന്നത് അല്ലെ? ആ ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിന് വേർഡ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത് ജോബി മോളെ? ചെയ്യുക എന്നുള്ളതിന് എന്ത് വേർഡാ ഉള്ളത്? ഡു അല്ലെങ്കിൽ വേറെ ഏതാ? ഡു ഓർ
ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പോ ഡു ഓർ ഡസിന് രവി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ഡസ് അല്ലെ. രവി ഡസ് എന്ത് വരും? എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത് രവി? അല്ല അതന്നെ, രവി ഡസ് ഹിസ് വർക്ക് കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതിന് എന്ത് പറയും? കൃത്യമായി ചെയ്യുന്നു, അല്ലെങ്കിൽ നന്നായി ചെയ്യുന്നു അല്ലെ, നല്ലവണ്ണം ചെയ്യുന്നു എന്നത് അല്ലെ. പെർഫെക്റ്റ്ലി. ഓക്കെ പെർഫെക്റ്റ്ലി, കൃത്യമായി ചെയ്യുന്നു അല്ലെ, നല്ല ഇതായിട്ടാണ് രവി എന്താണ് അവന്റെ വർക്ക് ചെയ്യുന്നത്. രവി ഡസ് ഹിസ് വർക്ക് പെർഫെക്റ്റ്ലി അല്ലെ. രവി അവന്റെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു അല്ലെ. ഇത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കാനായിട്ട് പറ്റും? സൂര്യ, ഇതൊന്ന് എന്താണ് ഞങ്ങൾ ഹോംവർക്ക് വൈകുന്നേരമാണ് ചെയ്യുന്നത് എന്നുള്ളത്. We do our homework at evening. വെരി കറക്റ്റ് അല്ലേ. ഇൻ ദ ഈവനിങ് അല്ലേ. we do homework in the evening അല്ലേ. ഇൻ ദ ഈവനിങ് അല്ലെ, വൈകുന്നേരത്തിലാണ് ഞങ്ങള് എന്ത് ചെയ്യുന്നത്? ഹോംവർക്ക് ചെയ്യുന്നത് അല്ലെ. ഇനി നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു മലയാളം ഇത് ഉണ്ടാക്കാം അല്ലെ. നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മലയാളം സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് വേറൊരാളോട് നമുക്ക് ചോദിക്കാം. ചിഞ്ചു, ഒരു മലയാളം സെന്റൻസ് ഇത് വെച്ചിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തേ. ചിഞ്ചു 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 കേൾക്കണില്ലേ? ചിഞ്ചു എനിക്ക് വോയിസ് വിട്ടുവിട്ട് പോകുന്നുണ്ടോ? ചിഞ്ചു ഒരു മലയാളം സെന്റൻസ് ഞാൻ നേരത്തെ പറയല്ലേ ചെയ്യുന്നു, ആ ഒരു രീതിയില് ഒരു മലയാള സെന്റൻസ് ഉണ്ടാക്കുക. മലയാള സെന്റൻസ് എന്നിട്ട് അടുത്ത ആളോട് നമുക്ക് ചോദിക്കാം. പറഞ്ഞോളൂ ചിഞ്ചു. അത് ഞാനിപ്പോ ഡു ഡസ് ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ളൊരു സെന്റൻസുകൾ പറഞ്ഞില്ലേ. ഞങ്ങൾ വൈകുന്നേരമാണ് ഹോംവർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു രവി എന്താണ് അവന്റെ വർക്ക് നന്നായി ചെയ്യുന്നു അല്ലെ, കൃത്യമായി ചെയ്യുന്നു എന്നൊക്കെ നമ്മള് എന്താണ് സെന്റൻസ് അങ്ങനെ ഉണ്ടാക്കി. അതേപോലെ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയുക. അപ്പൊ അത് അടുത്ത ആളെ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിക്കാം. അപ്പൊ നമുക്കും അവർക്കും അത് കിട്ടും. എങ്ങനെ അത് യൂസ് ചെയ്യാന്ന് പഠിക്കാൻ പറ്റും. ഞങ്ങൾ വൈകിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എന്താണ്? വൈകിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കഴിക്കുന്നതല്ല മോനെ, ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വെച്ചിട്ടില്ലേ ചെയ്യുന്നത്. അത് കഴിക്കുന്ന ഓക്കെ പോട്ടെ, അത് നമ്മള് നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ഹാവിലൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ ഡിഡ് വെച്ചിട്ട്, ഡിഡോ ഡുവോ വെച്ചിട്ട്, ഡു ഡസ് ഒക്കെ വെച്ചിട്ട് ഒരു സെന്റൻസ് ചെയ്യുക അല്ലെ. ഇത് അങ്ങനെ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം.
ഇനി വേറെ ജിജുവിന് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്റ്റെഫി പറയൂ. സ്റ്റെഫി ടോണി. മലയാളത്തിലല്ലേ മിസ്സേ? മലയാളത്തിൽ ഒരു വേർഡ് ഉണ്ടാക്കുക. എനിക്ക് കുറെ ജോലികൾ ചെയ്യാനുണ്ട്. എനിക്ക് കുറെ ജോലികൾ ചെയ്യാനുണ്ട് എന്ന് സ്റ്റെഫി ടോണി പറഞ്ഞു അല്ലെ? സ്റ്റെഫി ടോണി പറഞ്ഞപ്പോഴ് നമുക്ക് ഇതാര് എന്താണ്? അഭിരാമി കേൾക്കുന്നില്ലല്ലോ. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ നിങ്ങൾക്ക്? റേഞ്ച് പ്രോബ്ലംസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അമർജ്യോതി ഉണ്ടോ? ഇല്ല, കേൾക്കുന്നുണ്ട്. അമർജ്യോതി ഇപ്പൊ ഒരു മലയാള സെന്റൻസ് പറഞ്ഞു, എനിക്ക് ധാരാളം ജോലികളുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ആക്കുക? ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താണ് ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയില് അല്ലെ? ചെയ്യാനുണ്ട്. പറഞ്ഞോളൂ. എങ്ങനെയാണ്? ജോബി അല്ലേ? ആ ഉദാഹരണം പറഞ്ഞ ജോബിയാണോ? ആരാണ് ഇപ്പൊ പറഞ്ഞത് അതിന്റെ? അല്ലെ, ജോബി മോളല്ല, വേറെ ആരാണ് ഒരു ഇത് പറഞ്ഞത്? സൂസമ്മ മീന തന്റെ ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നു. എങ്ങനെ പറയാം? ഒന്ന് പറഞ്ഞു നോക്കൂ. അമർജ്യോതി തന്നെ പറഞ്ഞു നോക്കൂ. എനിക്ക് ധാരാളം ജോലി ചെയ്യാനുണ്ടെന്ന് പറയുമ്പോ വെച്ച് വരുള്ളൂ. അത് വേണ്ട. മീന തന്റെ ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നു. എങ്ങനെ പറയാം? മീര ഡു ഹെർ വർക്ക് പെർഫെക്റ്റ്ലി. വേണ്ട. അപ്പൊ അവിടെ ശ്രദ്ധിക്കാൻ മോനെ, മീര എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ? മീര ഡസ് ഹെർ വർക്ക് പെർഫെക്റ്റ് അല്ലെ? അവൾ അവളുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ട്. മീന അവളുടെ ജോലി നന്നായി ചെയ്യുന്നു അല്ലെ? ഇനി വേറെ ഏതെങ്കിലും പറയൂ. വേറെ ഏതെങ്കിലും പറയാനുണ്ടോ? അഞ്ജന, മനോജിന് വേറെ ഏതെങ്കിലും ഉദാഹരണം ഒരു മലയാളത്തിലെ പറയാൻ പറ്റുമോ? ഒരു മലയാളത്തിലെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? Meena does not have work today. എന്താണ്? Meena does not have work today. പറയാട്ടോ മീന. ഞാൻ അതിന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ഏതെങ്കിലും ഒരു മലയാളം ഇത് വെച്ചിട്ടൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ ബിനോയ്. എന്നിട്ട് പറയിപ്പിക്കാനാണ്, നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണത്, അതുകൊണ്ടാണ്. ടീച്ചറെ ഇത് വെച്ചില്ലേ, ഉണ്ണി അവന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് നാളെയാണ് ചെയ്യുന്നത്, അത് പറ്റുമോ? നാളെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോ അപ്പൊ അവിടെ ടെൻസിന്റെ ചേഞ്ചസ് വരും അല്ലെ? ഉണ്ണി അവന്റെ എന്താണ് അസൈൻമെന്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്നതാണ് നമുക്ക് ഡു വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഉണ്ണി അവന്റെ ഹോംവർക്ക് അല്ലെങ്കിൽ അസൈൻമെന്റ് ചെയ്യുന്നു എന്ന് എങ്ങനെ പറയാം നമുക്ക്? ഉണ്ണി ഡോസ് ഹിസ് അസൈൻമെന്റ്. ഉണ്ണി ഡോസ് ഹിസ് അസൈൻമെന്റ് അസൈൻമെന്റ് അല്ലെ?
അത്രേ ഉള്ളൂ. ഉണ്ണി ഡസ് ഹിസ് അസൈൻമെന്റ് എന്ന് വെച്ചാൽ ഉണ്ണി അവന്റെ അസൈൻമെന്റ് ചെയ്യുന്നു. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യുന്നു അല്ലെ. ആ ഒരു രീതിയിലാണ് നമ്മള് ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നു, ഞാൻ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, ജോലി പാർട്ട് ടൈം ജോലി ചെയ്യുന്നു അല്ലെ, ചെയ്യുന്നുണ്ടെന്നല്ല ചെയ്യുന്നു. അപ്പൊ ഹാം വരുമ്പോളെ അതാണ് ഞാനാണ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് വരത്തില്ല. ഞാനാണ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു നോക്കി. ഞാനാണ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത്. I do all the work at home. I do. അപ്പൊ ഞാനാണ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നു അല്ലെ. ഞാൻ തന്നെയാണ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഷീ ഡസ്, അല്ലെങ്കിൽ I do all works അല്ലെ, all works in my house. എന്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് ഞാനാണ്. ഇനി വേറൊരു എക്സാമ്പിളൂടെ എഴുതിപ്പോയല്ലോ. വേറെന്തെങ്കിലും എക്സാമ്പിൾസ് പറയാനുണ്ടോ? ബിനോയ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ മലയാളത്തില്. മിസ്സേ, അവൾ നന്നായി ഡാൻസ് ചെയ്യുന്നു. അവൾ നന്നായി ഡാൻസ് ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് ഇംഗ്ലീഷിലേക്കാക്കി അനൂപ്. അനൂപേ ഒന്ന് ഇംഗ്ലീഷിലേക്കാക്കി. മിസ് അവൾ ചെയ്യുന്നു. അവൾ നന്നായി ഡാൻസ് ചെയ്യുന്നു. അവൾ നന്നായി ഡാൻസ് ചെയ്യുന്നു. അനൂപ് കേട്ടോ ഞാൻ പറഞ്ഞത്? കേട്ടു മിസ്. അപ്പൊ അവൾ എന്നുള്ളതിന് എന്തെന്ന് പറയും അനൂപേ? ഹെർ. ഹെർ എന്നാണോ? അവൾ ഹെർ എന്ന് വെച്ചാൽ അവളുടെ അല്ലേ അനൂപേ? ഷീ ചെയ്യുക എന്നുള്ളതിന് എന്തെന്നാണ് നമ്മളുടെ പേരുള്ളത്? അല്ലെ. പക്ഷെ ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾക്ക് ഡു ചേർക്കാൻ പറ്റുമോ? ഇല്ല. ഡു അല്ല, പകരം എന്ത് ചേർക്കണം? ഡസ്. ഷീ ഡസ്. എന്ത് ചെയ്യുന്നു അവള്? ഡാൻസിങ് എന്ന് പറയേണ്ട ഡാൻസ് അല്ലെ. ഡാൻസിങ് എന്ന് പറയുമ്പോ സിമ്പിൾ പ്രസന്റൻസിലെ കണ്ടിന്യൂസിലേക്ക് പോവാം അല്ലെ. ഷീ ഡസ് ഡാൻസ് അല്ലെ. ഷീ ഡസ് ഡാൻസ് പെർഫെക്റ്റ്ലി. ഓക്കെ. അല്ലെ. അല്ലെ. അനൂപ് നന്നായി എഴുതുന്നുണ്ട് അല്ലെ, എന്താണ്, അല്ലെങ്കിൽ നന്നായി പറയുന്നു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് പറയാം? ചെയ്യുന്നു, പറയുന്നു അല്ലെ, അതൊക്കെ പറയാം അല്ലെ. അപ്പൊ എങ്ങനെ നന്നായി പറയുന്നു എന്നൊക്കെ പറയുമ്പോ എന്ത് പറയും? നന്നായി പറയുന്നു. അല്ല, ഞാൻ പറയണത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു അല്ലെ, അത് ചെയ്യുന്ന കാര്യമാണല്ലോ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളത്. എങ്ങനെ പറയും? She speaks very well English. He speaks English അല്ലെ. അവൻ നന്നായി സംസാരിക്കുന്നുണ്ട് അല്ലെ, അങ്ങനെ പറയും അനൂപ് അല്ലെ. അവള് നന്നായി എന്താണ് സംസാരിക്കുന്നു, അവൾ അങ്ങനെയല്ലേ സംസാരിക്കാറുണ്ട് എന്നൊക്കെ എങ്ങനെ പറയും? അപ്പൊ ടെൻസ് മാറും കേട്ടോ. ഷീ ഡസ് സ്പീക്ക് വെരി വെൽ എന്ന് പറയാം. അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഷീ ഡസ് സ്പീക്ക് വെരി വെൽ എന്ന് പറയാം. ഇംഗ്ലീഷ് വെരി വെൽ എന്ന് പറയാം.
ഇനി അവള് സംസാരിക്കാറില്ല എന്നെങ്ങനെ പറയും? അപ്പൊ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം അല്ലെ? ഡസിന്റെ കൂടെ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം അല്ലെ? അപ്പോ എന്താണ്? ഷീ ഡസിന്റ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ എന്ന് എഴുതിയാൽ മതി. ഷീ ഡസിന്റ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ എന്ന് എഴുതിയാല് അവൾ സംസാരിക്കാറില്ല. ഇനി നമ്മൾ അത് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? Does she speak English? അവള് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടോ അല്ലെ? അപ്പോ നമ്മൾക്ക് ഒരു കാര്യം, ഒരു ട്രിക്ക് എന്താന്ന് വെച്ചാല് എന്താണ്? നീ മറന്നോ, നീ എഴുതുന്നോ, നീ ഓർക്കുന്നോ, നീ പോകുന്നോ അല്ലെ? അങ്ങനെ നോ എന്ന് പറയുന്ന ഒരു വേർഡ് അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് ചോദിക്കാൻ തുടങ്ങും ഡു വെച്ച് നിങ്ങൾ തുടങ്ങണം. എന്ത് വെച്ച് തുടങ്ങണം? ഡു എന്ന വേർഡ് വെച്ചായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. നീ എന്നെ ഓർക്കുന്നോ? നീ എന്നെ ഓർക്കുന്നോ എന്ന് എങ്ങനെ ആയിരിക്കും നിഷിത പറയാ? നീ എന്നെ ഓർക്കുന്നോ? Do you remember me? ഡു യു റിമെമ്പർ മീ? നീ എന്നെ ഓർക്കുന്നോ അല്ലേ? നീ എന്നെ വിശ്വസിക്കുന്നോ? Do you believe me? ഡു യു ബിലീവ് മീ അല്ലേ? അങ്ങനെ വേറെ എന്താണ് കുറച്ച് വാക്കുകൾ കൂടി ആഷിഫ ഒന്ന് പറഞ്ഞു നോക്കേ. മറന്നോ അല്ലേ? എഴുതിയോ? അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓർക്കുന്നോ, മറന്നോ, വിശ്വസിക്കുന്നോ എന്നൊക്കെ പ്രയോഗിക്കാനായിട്ട് നമ്മൾക്ക് ഡു ഉപയോഗിക്കാം അല്ലെ? ഡു യു റൈറ്റ് ഹോംവർക്ക് അല്ലെ? നീ എന്ത് ചെയ്യുന്നുണ്ടോ? എഴുതുന്നുണ്ടോ അല്ലെ? ഹോംവർക്ക് നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഡു യു യുവർ ഹോംവർക്ക് അല്ലെ? ഡു യു റൈറ്റ് യുവർ ഹോംവർക്ക്? ഓക്കെ. ഇനി ഡു യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ അല്ലെ? ചോദിക്കാം. ഡു യു പ്ലേ വിത്ത് മീ? നീ എന്റെ കൂടെ കളിക്കുന്നോ അല്ലെ? ചോദിക്കാം. വേറെ ചോദിച്ചൂടെ? ഡു യു ലവ് മീ അല്ലെ? ഡു യു ലവ് മീ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നോ അല്ലെ എന്ന് ചോദിക്കാം അല്ലെ? നീ എന്നെ മറന്നുവോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ അല്ലെ? നിനക്ക് എന്നെ മനസ്സിലായോ? ഡു യു കം വിത്ത് മീ? നീ എന്റെ കൂടെ വരുന്നോ അല്ലെ? ഡു യു ഷോപ്പിംഗ് വിത്ത് മീ? നീ എന്റെ കൂടെ ഷോപ്പിംഗിന് വരുന്നോ? ഡു യു ഫോർഗെറ്റ് മീ? നീ എന്നെ മറന്നോ? ഡു യു ഹാവ് എനി സിബ്ലിങ്സ്? നിങ്ങൾ അത് ഉണ്ടോ എന്നർത്ഥത്തിൽ ചേർക്കാട്ടോ മോനെ. ഡു യു ഫോർഗെറ്റ് മീ? ഡു യു നോ മീ അല്ലെ? നിങ്ങൾക്ക് എന്നെ അറിയുമോ എന്നെല്ലാം ചോദിക്കാം അല്ലേ? ഇന്ന് ക്ലാസ്സിൽ നോട്ട്സ് എന്താണ് അല്ലെ വേണ്ട? ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഇന്ന് എഴുതിക്കുന്നോ എന്നെങ്ങനെ ചോദിക്കും? ഇന്ന് ക്ലാസ്സിൽ നോട്ട് എഴുതിക്കുന്നോ എന്നെങ്ങനെ ചോദിക്കും? എഴുതിക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഇന്ന് ക്ലാസ്സിൽ ഡു യു ഗെറ്റ്? ഇന്ന് ക്ലാസ്സിൽ നോട്ട് എഴുതിക്കുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കുന്നത്? ഡു യു റൈറ്റ്? ഡു യു റൈറ്റ് നോട്ട്സ് ടുഡേ? നോട്ട്സ് ടുഡേ. ഡു യു ഗിവ് നോട്ട്സ് ടുഡേ? നിങ്ങൾ ഇന്ന് നോട്ട് തരുന്നുണ്ടോ? ഡു യു റൈറ്റ് നോട്ട് ടുഡേസ് ക്ലാസ് അല്ലെ? ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട് എഴുതുന്നുണ്ടോ? അല്ലെ? തരുന്നുണ്ടോ, എഴുതുന്നുണ്ടോ എന്നെല്ലാം നമ്മൾക്ക് ഡു യു വെച്ച് നമുക്ക് ചോദിക്കാം. ഇനി ചോദിക്കണേ,
നീ ചായ കുടിച്ചോ എന്നെങ്ങനെ ചോദിക്കപ്പോ? നീ ചായ കുടിച്ചോ? അല്ലെ, ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഡു യു ഡ്രിങ്ക് എ ടീ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഡു യു ഹാവ് ടീ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ് അല്ലെ. ഡു യു ഈറ്റ് സംതിങ്? എന്തെങ്കിലും നിങ്ങൾ കഴിച്ചോ? ഓക്കെ. ഡു യു ഈറ്റ് ഫുഡ് അല്ലെ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? കറക്റ്റ് ആണ്. ഡു യു ഈറ്റ് ഫുഡ്. അപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഡു വെച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ചായ കുടിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുമോ എന്ന് ചോദിക്കാൻ പറ്റും കേട്ടോ. കുടിച്ചോ എന്ന് ചോദിക്കാൻ പറ്റൂല കേട്ടാ. കുടിച്ചോ എന്ന് ചോദിക്കാനായിട്ട് എന്താണ്? ഡു യു ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ? താങ്കൾ എന്താണ് കുടിക്കുന്നോ അല്ലെ, ചായ കുടിക്കുന്നോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഡു യു ഡ്രിങ്ക് എ ടീ അല്ലെ. നിങ്ങൾ ചായ കുടിക്കുന്നോ അല്ലെ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കാപ്പി കുടിക്കുന്നോ എന്നൊക്കെ ചോദിക്കാം. ചായ കുടിക്കുന്നോ, ഭക്ഷണം കഴിക്കുന്നോ അല്ലെ, നിങ്ങൾ എന്റെ കൂടെ പോകുന്നോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡു വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ. എന്നാൽ നിങ്ങൾ ചായ കുടിച്ചോ എന്നെങ്ങനെ ചോദിക്കും? Did you have tea? അപ്പൊ ഡിഡ് യു വെച്ച് അല്ലെ, ഡിഡ് യു ഡ്രിങ്ക് ടീ എന്നോ ഡിഡ് യു ഹാവ് ടീ എന്നോ ചോദിക്കാം അല്ലെ. നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കാം അല്ലെ. ഇനി നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ എങ്ങനെ ചോദിക്കും? നിന്റെ കയ്യിൽ, സെന്റൻസ് ശ്രദ്ധിക്കണം കേട്ടോ. നിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ എങ്ങനെ ചോദിക്കും? Do you have chocolate? അതെ അല്ലെ. അപ്പോ ഇവിടെ എന്ത് വേണം? ഡു പ്ലസ് ഹാവ് ആയിരിക്കുള്ളൂ വന്നത് അല്ലെ. ഡൂവും വേണം, എന്ത് വേണം? ഹാവ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇത് ഡു യു ഹാവ് ചോക്ലേറ്റ്സ് അല്ലെ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അല്ലെ. ഇനി നിനക്ക് ഈ ഡ്രസ് ഇഷ്ടമായോ എങ്ങനെ ചോദിക്കും? Did you like this dress? ഇഷ്ടമായോ എന്നാ ചോദിച്ചത്. Do you like this dress? ഡു യു ലൈക്ക് ദിസ് ഡ്രസ് അല്ലെ. നീ ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നോ? നീ ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നോ? നീ ഇന്നലെ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നോ? Did you went yesterday for purchase? എല്ലാവരും മെസ്സേജ് അയച്ചേ, ആരൊക്കെ ശരിയാണെന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാനിവിടെ എഴുതി കാണിക്കാം. എന്നിട്ട് അപ്പോ മാർക്ക് എല്ലാവരും ഇട്ടോളണം കേട്ടോ. എല്ലാവരും എഴുതും. നടന്നു കഴിഞ്ഞ സംഭവമാണല്ലേ, ഓൾറെഡി കഴിഞ്ഞു. Did you purchase yesterday? Did you have purchased? Have വേണ്ട മോനെ. Did you shopping yesterday? Do you stop? Do വരില്ല കേട്ടോ. Do ചെയ്തോ, പോയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ do ചേർക്കാം. പോയിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്ന പോലെയാണ് പോയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്ത് വരും?
മാർക്കിന് അനുന്ന്. എന്താണ് ഫസ്ന? Did you go? ഞാൻ എഴുതി കാണിക്കാം കേട്ടോ, ഒന്ന് നോക്കണേ. Did you go shopping yesterday? ഇങ്ങനെ എഴുതിയ ആളുകൾക്കൊക്കെ 1 മാർക്ക് ഉണ്ട്. എത്ര പേര് എഴുതിയിട്ടുണ്ടെന്നുള്ളതൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എത്ര പേർക്ക് 1 മാർക്ക് കിട്ടി? എന്തേ 2 പേർക്കേ കിട്ടിയുള്ളൂ 1 മാർക്ക് വെച്ചിട്ട്? ബാക്കി ആൾക്കാർക്കോ? വേറൊരു എക്സാം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് നിന്നെ അലട്ടുന്നത് അത് പറയൂലേ? എന്താണ് നിന്നെ അലട്ടുന്നത്? എന്താണ് നിന്റെ പ്രശ്നം അല്ലേ? എന്താണ് നിന്റെ പ്രോബ്ലം? ചോദിക്കാം. ഇല്ല ING ചേർക്കാൻ പാടില്ല കേട്ടോ. Did you purchase? പോയിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പൊ പോവുക എന്നുള്ളത് എന്തായാലും അവിടെ ചേർക്കണം കേട്ടോ. അപ്പൊ ആ വേർഡ് എന്തായാലും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഡിഡ് യു ഗോ ഷോപ്പിംഗ് യെസ്റ്റർഡേ അല്ലേ? ഇനി ബിനോയ് പറഞ്ഞതിന്റെ ഇതൊന്ന് മലയാളം ഇംഗ്ലീഷിലൊന്ന് ആക്കി നോക്കിയേ. എന്താണ് നിന്നെ അലട്ടുന്നത്? മാഡം, എന്താണ് നിന്നെ അലട്ടുന്നത് അങ്ങനെ പറയൂലേ? എന്താണ് നിന്റെ അല്ലെ പ്രോബ്ലം അല്ലെ? അലട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാ ഇംഗ്ലീഷില് ആക്ച്വൽ മീനിങ് എന്ന് പറയുമ്പോഴ് പ്രശ്നങ്ങൾ തന്നെയല്ലേ അത് അലട്ടല് എന്ന് പറയുമ്പോ? ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞൂടെ? അലട്ടുക എന്നുള്ളത് ഡിസ്റ്റർബൻസ് ആണോ? എന്ത് ഡിസ്റ്റർബൻസ് ആണ്? വാട്ട്സ് യുവർ പ്രോബ്ലം അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റും. വാട്ട്സ് യുവർ പ്രോബ്ലം എന്താണ്? അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ, ആരെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിരിക്കില്ലേ? നിന്നെ എന്താണ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെ? അങ്ങനെയല്ലേ പറയാ അല്ലെ? വിച്ച് പ്രോബ്ലം, അപ്പൊ വിച്ച് ഒക്കെ വരും. വിച്ച് പ്രോബ്ലം ഈസ് ഡിസ്ട്രാക്ടിങ് അല്ലെ? ഡിസ്ട്രാക്ടിങ് അങ്ങനെ ചോദിക്കാം. വിച്ച് പ്രോബ്ലം ഈസ് ഡിസ്ട്രാക്ടിങ് ടു യു അല്ലെ? നിന്നെ എന്ത് പ്രോബ്ലമാണ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ബോദർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതാണോ മായ? ബോദർ വേറെ അല്ലേ? നമ്മളൊരു കാര്യത്തിൽ ബോദർ ചെയ്യാതെ പോകാന്ന് പറയുമ്പോഴ് ട്രബിളിങ് ആയാലും പറയൂ തസ്ലീം. ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ, ഇറിറ്റേഷൻ വരാം. എനിക്ക് കൂടുതലായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള വേർഡായിട്ട് തോന്നിയത് ഡിസ്ട്രാക്ഷൻ ആണ് തോന്നിയത്. ഡിസ്ട്രാക്ട് ചെയ്യുക, നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ് നിന്റെ പ്രോബ്ലം അല്ലെ? നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? അതായിരിക്കും കൂടുതൽ അതിന് യോജിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്ട്രാക്ഷൻ അല്ലെ ബിനോയ്? ഒരു ഡിസ്ട്രാക്ടിങ് പ്രോബ്ലത്തെ കുറിച്ച് അല്ലെ ചോദിക്കാം. അല്ലെങ്കിൽ നിനക്ക്
നിന്നെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എങ്ങനെയായിരിക്കും രേവതി നമ്മൾ ചോദിക്കുക? നിന്നെ അലട്ടുന്ന പ്രശ്നമുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? രേവതി, ഞാൻ പറഞ്ഞു ഈ വേർഡ് വെച്ചിട്ട് രേവതി പറഞ്ഞോളൂ. രേവതി പറഞ്ഞോളൂ രേവതി. നിന്നെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാലോ നമുക്ക്. അങ്ങനെ ചോദിക്കില്ലേ? ഡു യു ഹാവ് എനി പ്രോബ്ലംസ്? എന്താണ് അലട്ടുന്ന പ്രശ്നമാണ് ഞാൻ ചോദിച്ചത്. അലട്ടുന്ന പ്രശ്നം. ഡു യു ഹാവ് എനി ഡിസ്ട്രാക്ടിങ് പ്രോബ്ലം അല്ലെ? പ്രോബ്ലം ഡിസ്ട്രാക്ട് ആയിരിക്കോ? അങ്ങനെ അറിയില്ലല്ലേ. പ്രോബ്ലം Any problems that bother you? Bothering. Maya. മോനെ അൽഷിഫ എന്താ പറഞ്ഞത്? ഡു യു ഹാവ് എനി ഡിസ്ട്രാക്ടിങ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കറക്റ്റ് ആണ് കേട്ടോ. ട്രബിളിംഗ് എന്ന് വെച്ചാല് ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് അർത്ഥം. ട്രബിൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. നെറ്റ് പോയതാണ്. മായ, ഈ ബോദറിങ്ങിന്റെ അർത്ഥം ഈ അലട്ടുക എന്നുള്ളത് തന്നെയാണോ? അങ്ങനെ വേറൊരു മീനിങ് ഉണ്ട് തോന്നുന്നുണ്ടോ? Are you bothered that problem എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൽ നിങ്ങൾ ബോധേർഡ് ആണോ എന്നല്ലേ ഞാൻ ചോദിക്കുന്നത്? അതെ അല്ലേ? പക്ഷേ അത് അലട്ടുക എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നുണ്ടോ? എന്നത് എനിക്ക് ക്ലിയർ അല്ല. അത് ഡിസ്ട്രാക്ട് ആണ് ഏറ്റവും യോജിച്ചത്. ഡിസ്ട്രാക്ട് എന്നുള്ള വേർഡാണ് ഏറ്റവും യോജിച്ചത് കേട്ടോ. ബോധറിന്റെ അർത്ഥം ശരിക്കും നമ്മള് വിഷമിച്ചിരിക്കുക. എന്താ പ്രോബ്ലം നിന്നെ ബോധർ ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ചോദിക്കില്ലേ നമ്മള്? അത് ചോദിക്കാം. നിന്നെ ബോധർ ചെയ്യുന്ന എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന അത് ചോദിക്കും. ഇവിടെ അലട്ടുന്ന പ്രശ്നം എന്നാ ചോദിച്ചത്. അലട്ടുക എന്നുള്ളതിന്റെ ശരിയായ മീനിങ് ഡിസ്ട്രാക്ഷൻ ആണ് സംഭവിക്കുക. മനസ്സിലാവും? ഡിസ്ട്രാക്ഷൻ സംഭവിക്കുമ്പോൾ വെച്ചാൽ ബുദ്ധിമുട്ടുന്നല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണല്ലേ? മിസ്, ബോധറിന് അങ്ങനെ അർത്ഥമുണ്ടല്ലോ. കഷ്ടപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. അലട്ടുക എന്നുള്ള മീനിങ് കഷ്ടപ്പെടുത്തുക എന്നതുമായിട്ട് കണക്റ്റഡ് ആണോ എന്നാണ് എന്റെ സംശയം. അതാണ് ഞാൻ ചോദിച്ചത്. അലട്ടല് ട്രബിളിംഗ് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കില്ലേ? വരാം. എനി ട്രബിൾ ഹിയർ അല്ലേ? ചോദിച്ചത് ഈസ് ദർ എനി ഇഷ്യൂ അങ്ങനെ ചോദിക്കാൻ പാടില്ലേ? എന്താണ് ഈസ് ദർ എനി ഇഷ്യൂ? ഇപ്പൊ കുറച്ച് മുമ്പ് ചോദിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ ഹാവ് യു എനി ഇഷ്യൂസ് അല്ലെ? ആ ഇഷ്യൂ എന്ന് പറയുന്നതും പ്രോബ്ലം എന്ന് പറയുന്നതും സെയിം അല്ലേ മായ? ഇഷ്യൂ പ്രോബ്ലം സെയിം മീനിങ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് അത് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ആ ഇഷ്യൂ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ഇഷ്യൂ എടുക്കുക അല്ലെങ്കിൽ പ്രോബ്ലം എടുക്കുക. ഓക്കെ, അങ്ങനെ പറയാം. അപ്പൊ ഒന്നുകൂടി നമുക്കത് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഇതിന്റെ ബോദർ ആണോ ഡിസ്ട്രാക്ട് ആണോ എന്നുള്ളത് എന്താണ് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്തായാലും കേട്ടോ. ബിനോയ് മീനിങ് അല്ലെ? എന്നിട്ട് ശല്യപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, ശല്യപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് ബോദറിന് വരിക. ഡിസ്ട്രാക്റ്റിന് ശരിക്കും സംഭ്രമിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നേ. സംഭ്രമമാണ് ശരിക്കും. അലട്ടൽ സംഭ്രമത്തിലാണ് വരുന്നത്. ഒരു സംഭ്രമിപ്പിക്കുക, അതായത് എന്തെങ്കിലും ഒരു എല്ലാ പ്രശ്നങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യാം, എല്ലാത്തിനും കൂടി ഒരു സംഭ്രമം വരൂലേ നമുക്ക്.
എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളൊരു അതന്നെ അതന്നെ സെയിം മീനിങ് ആണ് അലട്ടൽ എന്ന് തന്നെ പറയാം അതിന്, ആ ഒരു സംഭ്രമത്തിന് കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കളഞ്ഞേക്കാം നമുക്ക് കേട്ടോ എപ്പോഴെങ്കിലും. ഈ ഡിസ്ട്രാക്റ്റിന് ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്ന ഒരു മീനിങ് കൂടി ഉണ്ട്. അതുണ്ട്, ഡിസ്ട്രാക്റ്റിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. ശ്രദ്ധ തിരിക്കാനുണ്ട്, ഡിസ്ട്രാക്ട് ചെയ്ത് പോവാന്ന് പറയണത്, ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഓരോ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രശ്നം അല്ലെ, ആ പ്രശ്നത്തിന് നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് ഇഷ്യൂസ് അല്ലെ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് മിസ്, മനപ്രയാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉള്ളിലെ അസ്വസ്ഥത എന്നൊക്കെ ഡിസ്ട്രാക്റ്റിന് മീനിങ് വരുന്നുണ്ട്. അതന്നെ, അതന്നെയാണ് ഈ അലട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഡിസ്ട്രാക്ട് ആണെന്നാണ് കറക്റ്റ് വേർഡിന്റെ, അത് എനിക്ക് തോന്നിയത് അതാണ്, ഡിസ്ട്രാക്ട് ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിന് വേറെ എന്താണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും നമ്മള്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യുക? അതെങ്ങനെ നമ്മള് ചോദ്യത്തിലേക്കാക്കും? ഡു യു ഹാവ് എനി പ്രോബ്ലം? ഡു യു ഹാവ് എനി പ്രോബ്ലം? ഓക്കെ അല്ലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം അല്ലെ. അത് നമുക്ക് ഡു യു ഹാവ് എനി പ്രോബ്ലം എന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. ഇവിടെ ഞാൻ ചോദിച്ചതിനെന്താണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുഴപ്പം അല്ലെ, ആ ഒരു ഇതാണ് വേർഡാണ് അവിടെ വരുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കാവുന്ന ഒരു വേർഡ് ഉണ്ട്, കുഴപ്പം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വേർഡ്. ആർക്കെങ്കിലും അറിയാമല്ലോ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ആർക്കെങ്കിലും പറയാം. പ്രശ്നം, കുഴപ്പം, ഓക്കെ, അത് ട്രബിൾ, പ്രശ്നം അല്ലെ, ട്രബിൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം അല്ലെ. അതിന് മറ്റൊരു വേർഡ് ഉണ്ട്, എന്താണ്? ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്, പെർപ്ലക്സിറ്റി. എന്താണ് പെർപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെയുണ്ട് അല്ലെ. ഇതിൽ എന്താണ്, ഭയങ്കര കുഴപ്പം പിടിച്ച കുഴപ്പങ്ങളുണ്ടല്ലോ, ആ കുഴപ്പങ്ങൾക്ക് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം, ഏത് വേർഡ് ഉപയോഗിക്കാം? എന്താ വേർഡ് ഉപയോഗിക്കണ്ടേ? ബിനോയ് പോയിക്കളഞ്ഞ ബിനോയ് ഇവിടെ നിന്ന്. ബിനോയ് ഈ അലട്ടലും കുഴപ്പമൊക്കെ തന്നിട്ട് ബിനോയ് പോയി കളഞ്ഞല്ല. ബിനോയ് ഉപയോഗിച്ചിരിക്കണാവോ? ബിനോയ് പെർപ്ലക്സിറ്റി അല്ലെ, നല്ലൊരു വേർഡാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ യൂസ് ചെയ്യാൻ പറ്റിയ, ഈ പ്രോബ്ലത്തെക്കാൾ ഏറെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വേർഡുകളാണ് പെർപ്ലക്സിറ്റീസ് അല്ലെ. ആ എന്താണ് പ്രശ്നങ്ങള്, കുഴപ്പങ്ങള് അല്ലെ, അത്രയും ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായ ആശയക്കുഴപ്പം. അപ്പോ പെർപ്ലക്സിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ ആണോ നിങ്ങള്? അപ്പോ നമ്മള് വേറൊരു വേർഡ് പഠിച്ചു, പെർപ്ലക്സിറ്റീസ് അല്ലെ. അതേപോലെ തന്നെ നമ്മള് കലാമിറ്റീസ് അല്ലെ, കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയും അല്ലെ. നാച്ചുറൽ കലാമിറ്റീസ് എന്ന് പറയുമ്പോ എന്താണ് അതിന്റെ മലയാളം വേർഡ് മീനിങ് എന്തെന്നാ? പ്രകൃതി ദുരന്തം. പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ. അതിന് തന്നെ മറ്റൊരു വേർഡ് ഉണ്ട് കേട്ടോ. ആ വേർഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്ത് ചെയ്യാം, നമ്മൾ ഈ ശശി തരൂരൊക്കെ അതിലും മികച്ച ഒരു ഇതാണ് കേട്ടോ. എന്താണ് മറ്റൊരു അല്ലെ, കറ്റാസ്ട്രഫീസ്, ഡിസാസ്റ്റർ. ഓക്കെ, ഡിസാസ്റ്റർ ഓക്കെ. നമുക്ക് പെരിഷ്ഡ് എന്നൊക്കെ പറഞ്ഞാല് എന്താണ്, നശിച്ചു എന്നോ അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് എന്നോ അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സാധാരണ ഇംഗ്ലീഷ് വരുമ്പോ എന്താണ് കറ്റാസ്ട്രഫീസ് അല്ലെ, ധാരാളം കറ്റാസ്ട്രഫീസ്, ദുരന്തങ്ങള് അല്ലെ, ഉപയോഗിക്കാനായിട്ട് നമുക്ക് എന്താ ഈ മായ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ട്രാജഡീസ് അല്ലെ. അതിനേലൊക്കെ ഏറ്റവും നല്ല ഒരു നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു വേർഡാണ് എന്തെന്ന് പറയുന്നത്. ആ വേർഡിന് പകരമായിട്ട് നമുക്ക് എല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റും എന്താണ്, കറ്റാസ്ട്രഫീസ്, നാച്ചുറൽ കറ്റാസ്ട്രഫീസ് അല്ലെ. ആ നാച്ചുറൽ കറ്റാസ്ട്രഫീസ് എന്തുണ്ടാക്കിയെന്നാണ്, ദാറ്റ് മെയ്ഡ് മോർ പെർപ്ലക്സിറ്റീസ് ഇൻ നേച്ചർ എന്ന് പറയാം അല്ലെ. ഈ പ്രകൃതിയിൽ ധാരാളം ദുരന്തങ്ങളും കുഴപ്പങ്ങളും എന്തുണ്ടാക്കി?
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അല്ലേ? എർത്ത്ക്വേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സുനാമിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്താണ് പ്രകൃതിയെ ദുരന്തത്തിലും കുഴപ്പത്തിലുമാക്കി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും എന്ന് വെച്ചാൽ ഈ വേർഡുകൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പെർപ്ലസിറ്റീസ് ആൻഡ് കറ്റാസ്ട്രഫീസ് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു പോയതിനിടക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ ആയോ മക്കളെ? അപ്പൊ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക അല്ലെ? എവിടെയെങ്കിലും വെച്ച് കേട്ട് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വേർഡ് എന്താണാവോ എന്ന് നിങ്ങൾ ആലോചിച്ച് നിൽക്കരുത്. ഇങ്ങനെ വേർഡുകളൊക്കെ അപ്പൊ നമ്മൾക്ക് എന്താണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഡുകളേക്കാൾ മികച്ച വേർഡുകൾ എന്തിനുണ്ട്? കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേർഡുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുള്ളൂ. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, എവിടേക്ക് ഇതൊക്കെ പ്രയോഗിക്കണം എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നത്. ഗ്രാമറായിട്ട് നിങ്ങൾ നമ്മുടെ ലാംഗ്വേജസിൽ ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയണമല്ലോ. അതിനാണ് ഇത് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പഠിക്കണം, അപ്പോഴാണ് ഇതാകുള്ളൂ. ഇനി നീ രാവിലെ എഴുന്നേൽക്കാറുണ്ടോ? രേവതി 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 ഒന്ന് ആരെങ്കിലും ആർക്കെങ്കിലും ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് രണ്ടുപേര് ഓൺ ചെയ്യുക. രണ്ടുപേര് വീഡിയോ ഓഡിയോ ഓൺ ചെയ്യുക. രണ്ടുപേര് മാത്രം ഓൺ ചെയ്യുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മലയാളം വേർഡിന്റെ അയാൾ പറയുമ്പോൾ മറ്റേ ആൾ ഇംഗ്ലീഷ് വേർഡ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാം. ആർക്കാ ധൈര്യമുള്ളത്? ഒന്ന് വീഡിയോ ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത് വരാനായിട്ട് രണ്ടുപേര് വന്നാൽ മതി. ആ രണ്ടുപേരിൽ ആർക്കാണ് അങ്ങനെ ക്ലാസ് മുന്നോട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് നമുക്ക് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെ നമുക്ക് ഭാഷ പറഞ്ഞു പഠിക്കാലോ എന്നോർത്താണ്. രണ്ടുപേര് വെച്ച് വരികയാണെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം, നമുക്കത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരികയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓൾറെഡി അത് പഠിക്കുകയും ചെയ്യും. ആരെങ്കിലും രണ്ടുപേര് വേഗം വരൂ. ഇപ്പൊ തന്നെ ക്ലാസ് കഴിയുമ്പോ തന്നെ വേഗം ആവട്ടെ. എത്ര പേരുണ്ട് ഈ ക്ലാസ്സിൽ അങ്ങനെ വരാൻ തയ്യാറുള്ള രണ്ടുപേര്? മയ റെഡിയാണോ? മയേ റെഡിയാണോ? മയ പോയി കളഞ്ഞോ ഇനി? മായ വരാൻ തയ്യാറാണ്. മായ റെഡിയായി. മായ അവിടെ റെഡിയാണ് കേട്ടോ. ഇനി ഒരാൾ കൂടി റെഡിയാവും. അപ്പുറത്ത് വെച്ചിട്ട് വേറൊരാൾ കൂടി ഒന്ന് റെഡിയാവും കേട്ടോ. മായ അവിടെ റെഡിയായി നല്ല കുട്ടിയായിട്ടിരിക്കുന്നു അല്ലേ? മായ ഒന്ന് മലയാളത്തിൽ പറയുമ്പോഴും മായ എന്ത് ചെയ്യാം, അതൊന്ന് അല്ലെ മറ്റേ ആളൊന്ന് ഇംഗ്ലീഷിൽ കാക്കാൻ ഒന്ന് ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. തെറ്റിയാലും നമ്മൾ ഇവിടെ തിരുത്താനില്ലേ? മായക്ക് കൂട്ടായിട്ട് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ മാഡം? നിങ്ങൾ എന്നും രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ രാവിലെ എന്ന് എക്സസൈസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ? അതിലപ്പോ ആരെങ്കിലും ഒരാളും കൂടി വരും. എന്നിട്ട് അറിയാവുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. ഇത് ഇവിടൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സിലിരിപ്പുണ്ടല്ലോ. എന്നിട്ട് എന്താ അവര് വരാത്ത? എന്താ ഫാത്തിമ ബഷീറേ, ഫാത്തിമ ബഷീർ, ഫാത്തിമ പോയി കളഞ്ഞു എന്നാ തോന്നണേ. ടീച്ചർ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ടീച്ചറെ. പറയട്ടെ മാഡം? പറഞ്ഞു. ഡു യു എക്സസൈസ് ഇൻ ദ മോർണിംഗ്? ഡു യു എക്സസൈസ് ഇൻ ദ മോർണിംഗ്? നിങ്ങള് രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ? ശരിക്കും മായ അല്ലേ ഇതിന്റെ ഉത്തരം പറയുന്നത്? മായ മലയാളത്തിൽ പറയുന്നു, വേറൊരാള് പെയറായിട്ടുള്ള ആള് ഇംഗ്ലീഷിൽ പറഞ്ഞു തരണമെങ്കിൽ ഓക്കെ ആവും. ഞാൻ പറയാം. സൂസമ്മ പറഞ്ഞോ? സൂസമ്മയാണോ പറഞ്ഞത്?
ഞാൻ വന്നായിരുന്നു പക്ഷെ മിസ് കേട്ടില്ല. കേട്ടില്ല. അപ്പൊ ഓക്കെ. അതെ സൂസമ്മ. ഇനി ഒരു വാക്ക് ഒരു സെന്റൻസ് കൂടി മലയാളത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എന്നിട്ട് ഒരാള് എന്ത് ചെയ്യാ, ഇനി സൂസമ്മ ചോദിക്കും മായയോട് ഒരു മലയാളത്തിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുക, എന്നിട്ട് മായ അത് പറഞ്ഞോളൂ. നിങ്ങൾ നിങ്ങൾ ഡെയിലി പുസ്തകം വായിക്കാറുണ്ടോ? നിങ്ങൾ ഡെയിലി എന്നല്ലേ പുസ്തകം വായിക്കാറുണ്ടോ എന്നാണ് സൂസമ്മ ചോദിച്ചത്. അതിനുത്തരം മായ പറയൂ. മായേ. അത് മായ വേണ്ട കേട്ടോ, മായ പറഞ്ഞതാണ് ഒരെണ്ണം. ഞാനൊരു മേഘ അവിടെ ജോർജ് ടിസി മേഘ പറഞ്ഞോ. മേഘ ഒന്ന് കാണട്ടെ ഞാൻ. പറ്റൂല, വേണ്ട. അന്ന് മേഘ അവിടെ പറഞ്ഞോ, പറയൂ മേഘ. പുസ്തകം വായിക്കാറുണ്ടോന്നല്ലേ? പുസ്തകം വായിക്കാറുണ്ടോന്ന് ചോദിച്ചു. Do you have read? അതല്ലേ കറക്റ്റ് ആണ്. Do you have read books? ആണോ മേഘ വേണ്ടത്? Have. Do you have read reading എന്നൊന്നും വരുന്നല്ലോ. Read books. Do you have read books? ബുക്സ് ദിവസവും വായിക്കാറുണ്ടോന്നാണ് ചോദിച്ചത്. ഡെയിലി എന്ന് പറഞ്ഞോ? Do you have read books daily? read books daily അല്ലേ? ഓക്കെ. എക്സ്പെർട്ടായി ചോദിച്ചോളും അല്ലേ? വീട്ടിലൊക്കെ ആൾക്കാരോടൊക്കെ ചോദിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ എന്താണ് ഇംഗ്ലീഷിലൊക്കെ ചോദിക്കണോ അല്ലെ? നിങ്ങൾക്ക് ചായ വേണോ? ഹസ്ബൻഡിനോടൊക്കെ ചോദിക്കണേ, ചായ വേണമെങ്കിൽ പറഞ്ഞിപ്പോ ചായ ഇപ്പൊ തരാം അല്ലെ? വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ ഉണ്ടാക്കി തരാന്നൊക്കെ പറയാം അല്ലെ? നിങ്ങൾ ചായ വേണോ അല്ലേ? അത് ചോദിച്ചൂടെ? നീ അല്ലെങ്കില് ചോദിക്കാം അല്ലെ, നീ ചായ ഉണ്ടാക്കിയോ? നീ ചായ ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദിക്കണം? നീ ചായ ഉണ്ടാക്കാറുണ്ടോ? എന്താണ് അൽഷിഫ പറഞ്ഞോ? അൽഷിഫ, Do you make tea? ഡു യു മേക്ക് ടീ അല്ലേ? അതൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയാം ടീച്ചറെ അല്ലേ? ഡു യു മേക്ക് ടീ അല്ലേ? നിങ്ങൾ ചായ ഉണ്ടാക്കിയോ എന്നെങ്ങനെ ചോദിക്കും? അപ്പൊ പാസിൻ സാർക്കാ അല്ലേ? നീ ഉണ്ടാക്കിയ എന്താണ് ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡു യു മേക്ക് ടീ എന്ന് പറഞ്ഞത് അല്ലെ? നീ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാം. അപ്പൊ കഴിച്ചു പോയി സംഭവം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഡൂവിന്റെ സ്ഥാനത്ത് ആര് വരും? Did you make tea? ഡിഡ് യു അല്ലെ? ഡിഡ് യു മേക്ക് ടീ? നീ ചായ ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ? ഇനി ചില കുട്ടികളോട് നമ്മുടെ മക്കളോടൊക്കെ പറയും, നീ പോയിരുന്ന് ഹോംവർക്ക് ചെയ്യാൻ പറയും അല്ലെ? പോയി ഹോംവർക്ക് ചെയ്യുന്ന പറയും അല്ലെ? അപ്പൊ നമ്മൾ ഓർഡർ ഇടുന്ന സമയത്ത് ഈ ഓർഡർ ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഡൂവിനെ ചേർക്കാം കേട്ടോ. അപ്പൊ എന്നെന്ന് പറയാം, നീ ഹോംവർക്ക് ചെയ്യൂ, നീ ഹോംവർക്ക് ചെയ്യൂ എന്ന് എങ്ങനെ പറയും? അൽഷിഫ അല്ല പറയേണ്ടത്. ഞാൻ പറയുന്ന ആള് ആരാണ്? നാസിന വരൂ. നാസിനയുടെ കൊച്ചിനോട് നാസിന പറയാണ്, നീ ഹോംവർക്ക് ചെയ്യൂ എന്ന് എങ്ങനെ പറയും? Do your homework. ഡു യുവർ ഹോംവർക്ക് അല്ലെ? പോയി ഹോംവർക്ക് ചെയ്യൂ. കോപ്പി വെച്ചോ, മ്യൂട്ട് ചെയ്തോളൂ. ഇത്രയൊക്കെയാണ് കാര്യങ്ങളായിട്ടുള്ളത്. അപ്പൊ ഡു വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഉണ്ടാക്കാൻ അറിയാലോ? ഇപ്പൊ പ്രശ്നങ്ങളുണ്ടോ? ഇനിയും പറയണോ? ഇനി എന്തെങ്കിലും ഉദാഹരണ സഹിതം പറയണമെങ്കിൽ പറയാം. ഇനി നമ്മള് പഠിക്കാൻ പോണത് ബി എന്നുള്ള പ്രയോഗത്തെ കുറിച്ചാണ്. ബി അല്ലെ? ബീനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ബി ഉണ്ടോ? പരിചയമുണ്ടോ ബീനെ? കേട്ടിട്ടുണ്ടോ? ഗീതോയ് ഗീതു മിണ്ടുന്നില്ലല്ലോ.
ഡിഡ് യു സേ എന്താണ്? ഉണ്ടാക്കിയോ അല്ലെ? മറന്നോ അല്ലെ? ചെയ്തോ, ഉണ്ടാക്കിയോ എന്നൊക്കെ പറയൂല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡു എന്നത് ചേർക്കാം. ഡിഡ് ചേർക്കണത് അത് കഴിഞ്ഞിട്ടുണ്ടാവും. നീ കഴിച്ചോ, നീ മറന്നു അല്ലെ, മറന്നല്ലേ എന്നൊക്കെ പറയൂലേ നമ്മള്. അപ്പൊ ഡിഡ് ചേർക്കാം കേട്ടോ. നീ മറന്നല്ലേ, നീ ഓർത്തില്ലല്ലേ എന്നൊക്കെ പറയൂലേ, ഓർത്തില്ല അല്ലെ. അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഡിഡ് ചേർക്കാം കേട്ടോ. ഫാത്തിമ ബഷീറെ, ഫാത്തിമ വന്നിട്ടുണ്ടായല്ലോ നേരത്തെ. ഫാത്തിമ. യെസ് മിസ്. മോനെ ബിയുടെ പ്രയോഗമൊക്കെ അറിയാമോ? ബി അറിയാം. എന്ന് വെച്ചെന്താണ്? ബി എന്ന് വെച്ചെന്താ? ആയിരിക്കും. ആയിരിക്കുക അല്ലെ? ആയിരിക്കുക. പിന്നെന്താണ്? ടു ബി പ്രസന്റ്, ഉണ്ടായിരിക്കുക അല്ലെ എന്നൊക്കെ പറയൂലേ. ആയിരിക്കുക, ഉണ്ടായിരിക്കുക എന്നൊക്കെ പറയൂലേ. ആ ഒരു പ്രയോഗം അസിസ്റ്റ് അല്ലെ, ടു അസിസ്റ്റ് അല്ലെ. ആയിരിക്കുക ഓർ എന്താണ്? ഉണ്ടായിരിക്കുക, ടു ബി പ്രസന്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ഈ ബിയുടെ ഫോമുകളാണ് ഈസ്, ആറ്, ആം. ഇതാണ് പ്രസന്റ് ടെൻസിൽ വരുന്ന ഫോമുകൾ എന്ന് പറയുന്നത്. ഇനി പാസ്റ്റൻസിലേക്ക് വരുമ്പോഴാണ് വാസും വെയറും വരുന്നത്. പ്രസന്റ് പാസ്റ്റിലേക്ക് വരുമ്പോ വാസും വെയറും. ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ വില്ലും ഷാലും വരും. വില്ലും ഷാലും. ഇനി പാസ്റ്റ് പ്രസന്റ് പാർട്ടിസിപ്പിള്, പ്രസന്റ് പാർട്ടിസിപ്പിളില് ബി പോയല്ലോ. ബീയിങ് എന്താണ്? ബീയിങ്ങും. പാസ്റ്റ് പാർട്ടിസിപ്പിളില് വരുമ്പോൾ ബീനുമാണ് വരുന്നത്. ബീയിങ് ആൻഡ് ബീ എന്നത് വരുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇപ്പൊ എന്താണ്? ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? അത് പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് വരും അല്ലെ. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താണ്? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പഠിക്കുന്നുണ്ട്, ആ കർമ്മം പൂർത്തിയായിട്ടുമുണ്ട്. എന്നാൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതിലാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ബിനോയ് എങ്ങനെയായിരിക്കും വരുന്നത്? അറിയോ ബിനോയ്? ഒരു ലെറ്ററിൽ എഴുതാൻ പറയണേ, എന്റെ മകൻ ഇന്ന സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എഴുതും? എന്റെ മകൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഒരു ലെറ്റർ എഴുതാൻ പറയണ. മൈ സൺ. അപ്പോഴാണ് എന്ത് വരുന്നത്? ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ഉപയോഗം വരുന്നത് അല്ലെ. എന്താണ്? പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ മൈ സൺ ആയതുകൊണ്ട് എന്ത് ചേർക്കണം? ഹാസ് ചേർക്കോ, ഹാവ് ചേർക്കോ? നമ്മള് ഹാവ് ആണോ ബിനോയ്? അവിടെ എന്റെ ചെവിക്ക് ഞാൻ പിടിക്കോട്ടെ. മൈ സൺ ഹാസ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്ത് കൊടുക്കണം അല്ലെ. ഏതാണ്? ഹാസ് ബീൻ അല്ലെ. ഹാസ് ബീൻ. ബീന്റെ കൂടെ എപ്പോഴും അഗെയിൻ ചേർക്കണം. വെർബിന്റെ കൂടെ അഗെയിൻ ചേർക്കണം. ഹാസ് ബീൻ സ്റ്റഡിയിങ് കേട്ടോ. സ്റ്റഡീഡ് എന്ന് പറയുള്ളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് കേട്ടെ. അപ്പൊ എന്റെ മകൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ എന്ത് വരും? അല്ലേ. ഹാഡ് ബീൻ സ്റ്റഡിങ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നത് വരും കേട്ടോ. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കുറച്ച് ബിയുടെ കുറച്ച് പ്രയോഗങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും ക്ലാസ്സില് എന്താണ്? അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ എല്ലാവരും. ഓക്കെ അല്ലേ എല്ലാവരും? അത് കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാവരും ലെഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സംശയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം കേട്ടോ.
Okay, Miss. Thank you, Miss. Okay. Okay, teacher, thank you. താങ്ക് യു. താങ്ക് യു മിസ്.